ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് സൂചി റവ വെച്ച് വളരെ പെട്ടെന്ന് ക്രിസ്പി ആയിട്ടുള്ള വട എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം നമുക്കൊരു പാനിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് റവയാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് 1.5 കപ്പ് വെള്ളം എടുത്തത്. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സവാളയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർക്കാം. ഇനി കുറച്ച് ചതച്ച കുരുമുളക് ചേർക്കാം. ഇതിനാവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. റവ ചേർത്ത് കൊടുത്ത ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. വറുത്തതോ വറുക്കാത്തതോ ആയ റവ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ റവയൊക്കെ നല്ലതുപോലെ വെന്ത് പരുവായിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവാകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നതാണ്. ഇപ്പം നമ്മൾ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പാത്രത്തിൽ നിന്ന് വിട്ട് വരുമ്പോഴത്തേക്കും ഇത് തണുക്കാനായിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതെല്ലാം നമ്മൾ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് കൈ കൊണ്ട് തൊടാവുന്ന പരുവാകുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. നല്ലതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം ഒരു നാരങ്ങ വലിപ്പത്തിൽ നമുക്കിതിൽ നിന്ന് റവയുടെ മിക്സ് എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കാം. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയോ വെള്ളമോ തടവിയിട്ട് നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുത്തതിന് ശേഷം ഇതൊന്ന് പരത്തി കൊടുക്കാം. കയ്യിൽ വെച്ചൊന്ന് പരത്തി കൊടുത്ത ശേഷം ഉഴുന്ന വടയിലൊക്കെ കാണുന്നത് പോലെ ഒരു ദ്വാരം നമുക്കിതിൻ്റെ നടുവിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ ആദ്യത്തെ വട ശരിയായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മിക്സെല്ലാം തയ്യാറാക്കിയെടുക്കാം. ഇപ്പം നമ്മൾ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇത് ഓരോന്നായിട്ട് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. ഇപ്പോൾ ഒരു സെറ്റ് വട നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു വശം ഒന്ന് മുരിഞ്ഞ് വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു വശമൊക്കെ ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്ന വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. എണ്ണയിലിടാതെയും നമുക്ക് പാനിൽ വെച്ചിട്ട് എണ്ണയില്ലാതെയും നമുക്കിത് വറുത്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മളുടെ എണ്ണയിലിട്ട വടയും നല്ലതുപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി വട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.